ഇങ്ങനൊരു കാഴ്ചയുണ്ട്. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഒരു ഇല പോലും കാണാത്ത രീതിയിലാണ് കേട്ടോ അത് നിറഞ്ഞിങ്ങനെ പൂ നിൽക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് ഫുഡ് അടിക്ക് പോവുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ വന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് ആളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആദ്യമൊന്നും വീഡിയോ എടുത്തില്ല. ഇതൊക്കെ കണ്ടോ, ഒരു കൊഞ്ചിൻ്റെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നുമല്ല വന്നത്. എന്ന് വെച്ചാൽ ഫുൾ ഇംഗ്ലീഷിലൊന്നുമില്ല, അവർക്കൊന്നും മനസ്സിലാവത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പക്ഷേ നമ്മൾ പലതും ഞങ്ങൾ ഓർഡർ ചെയ്ത് എല്ലാവരും കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവന്നതൊക്കെ നല്ലതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ ശരിക്കും അവരുടെ ആ മെനു കാർഡിലെന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊന്നും ഒരു വേർഡ് പോലും ഇല്ല, എല്ലാം അവരുടെ ലാംഗ്വേജ് തന്നെ. നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്നു. പിന്നെ ഫിഗറൊക്കെ കൊടുത്തേക്കുന്നതാണെങ്കിൽ അതൊക്കെ നോക്കിയാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ചതല്ല, നമ്മൾ ഈ കൊടുത്ത ഓർഡറൊന്നും നമ്മൾ ഉദ്ദേശിച്ചതല്ലായിരുന്നു. ഇത് കണ്ടോ, ഇത് ഭയങ്കര സ്പൈസിയാണ്. അതിൽ മുളകുണ്ട്, കൊഞ്ചിൻ്റെ ഞങ്ങൾ വേറൊരു സംഭവമാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. പക്ഷെ കൊണ്ടുവന്നപ്പോൾ ഇതായിപ്പോയി. പച്ചക്കുരുമുളകും എല്ലാം ഇട്ട് ഭയങ്കര എരിയാണ്, കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും കാശ് കൊടുക്കുന്നതല്ലേ എന്ന് കരുതി ഞങ്ങളതെല്ലാം തീർത്തിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ എല്ലായിടത്തും നമുക്ക് കാണും, അത് ഞങ്ങൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഓർഡർ ചെയ്യുന്നതാണ്. ഇതൊരു പുഴുങ്ങിയ കൊഞ്ചാണ് കേട്ടോ. നമുക്കത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല, നമുക്ക് ആ ഒരു ഫ്ലേവറൊന്നും അതിൽ കിട്ടത്തില്ല. ആ പുഴുങ്ങിയ പച്ച കൊഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതിന് വരുന്നത്. പിന്നെ അതിൽ കണ്ടോ, ഇങ്ങനെ നമ്മൾ പച്ച വള്ളിപ്പയർ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതെല്ലാം പച്ചയ്ക്കാണ് കിടക്കുന്നത്, വേവിച്ചല്ല. അങ്ങനെ ഓരോന്നതിന് പിറക്കി എടുക്കുകയാണ് കേട്ടോ. അതോ പച്ചക്കുരുമുളകൊക്കെ ഒരുപാട് അവർ പക്ഷേ നമ്മുടെ അടുത്ത് ചോദിക്കും. എന്നാൽ നമ്മൾ മീഡിയം പറഞ്ഞാലും നല്ല എരിയായിരുന്നു കേട്ടോ, കഴിക്കാൻ പറ്റത്തേയില്ലായിരുന്നു. എങ്ങനെയോ അങ്ങ് കഴിച്ചതാണ്. അങ്ങനെ ഓരോന്നെടുത്ത് കാണിക്കുക. അതിൽ കണ്ടോ, ഇല ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ നാരകത്തിൻ്റെ ഇലയാണ്, നാരങ്ങയുടെ ഇല. അത് വേറൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണത്. പിന്നെ എല്ലാം മുളകുകളും പിന്നെ ചില്ലി ഫ്ലേക്സും എല്ലാം കൂടി ഇട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്, നല്ല എരിയാണ്. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് ചിക്കൻ്റെ നമ്മളെ ഈ ലെഗിൻ്റെയൊക്കെ അറ്റത്തുള്ള കാർട്ടിലേജ് ഉണ്ടല്ലോ, തരുണാസ്തി, അത് മാത്രം അവർ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അത് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ഒരു ചിക്കൻ്റെ ഐറ്റം, അത് നമ്മുടെ ചെറിയൊരു ഫ്രൈഡ്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കണ്ടോ, കഴിച്ച് ഇതെല്ലാം ഞാൻ തന്നെ തീർക്കണമല്ലോ എന്നൊരു മൈൻഡിലിരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് അവിടെ പണി നിർത്തി, പിന്നെ ഇരിക്കുന്ന ഇത്രയും ഞാൻ തന്നെ കഴിച്ച് തീർക്കണം. അപ്പോൾ ബൈ.